അപ്പോൾ നമുക്ക് ഈ വീക്കിലെ അനാലിസിസിലേക്ക് പോവാം. ഞാൻ ഫസ്റ്റ് പെയറായിട്ട് എടുത്ത പെയറല്ല, ഫസ്റ്റ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത് നാസ്ഡാക്ക് ആണ്. അപ്പോൾ നാസ്ഡാക്ക് ഞാൻ കഴിഞ്ഞ വീക്ക് 1 ഹവറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ലെവൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഈ ഒരു ഏരിയയും പിന്നെ രണ്ടാമത്തത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഈ ഒരു വിക്കിൻ്റെ അടിയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട് തന്നെ പോയിട്ടുണ്ട്. ട്രേഡ്സ് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീക്കിലെ നാസ്ഡാക്കിൻ്റെ അനാലിസിസിലേക്ക് പോകാം. അതിന് ശേഷമായിരിക്കും ഞാൻ DXY പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാസ്ഡാക്കിലാണ് ഇപ്പോൾ ട്രേഡ്സ് അത്യാവശ്യം കിട്ടാൻ ചാൻസ് ഉള്ളത്. DXY ഒക്കെ DXYനെ അനാലിസിസ് ചെയ്യുമ്പോൾ DXYൻ്റെ കാര്യം പറയാം. ഓക്കെ, നാസ്ഡാക്ക് മിക്കവാറും അപ് ട്രെൻഡ് തന്നെ ആയിരിക്കും നെക്സ്റ്റ് വീക്കും പോകാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് വീക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഈ ഹൈൻ്റെ മേലെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് ഉണ്ടെങ്കിൽ, ഡെയിലി ക്യാൻഡിൽ ക്ലോസിങ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഓൾ ടൈം ഹൈ ആയിരിക്കും. അപ്പം നെക്സ്റ്റ് വീക്ക് ഞാൻ പേഴ്സണലി നോക്കുന്ന ബുള്ളിഷ് വ്യൂ മാത്രമാണ്. പിന്നെ ബുള്ളിഷ് വ്യൂ നോക്കാൻ ചാൻസ് ഉള്ളത് ഒരു റിട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്കിലേക്ക് റിട്രേസ്മെൻറ്റ് വന്നാൽ ഞാൻ ഒരു ബുള്ളിഷ് ട്രേഡ് നോക്കും. വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ലോ ടൈം ഫ്രെയിം എടുത്ത് നോക്കിയിട്ട് വേറെ ഏരിയാസ് ഉണ്ടോ നോക്കാം. ഓക്കെ, പിന്നെയുള്ള ഏരിയ 4 ഹവറിലെ ഈ ഒരു ഏരിയ ആണ്. അത് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ഒരു എന്താ പറയുക സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ മേലോട്ട് ട്രേഡ്സ് നോക്കും. ഇനിയിപ്പോൾ വന്നിട്ടില്ല, ഈ ഒരു ലോൻ്റെ അടിയിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും. ട്രേഡ്സ് എടുക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇതിൻ്റെ താഴത്ത് ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്കൊന്നും വന്നിട്ട് പോലുമില്ല. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് തിരിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യും. ഈ ഒരു ലോൻ്റെ അടിയിലാണ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത്, 4 ഹവർ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നതെങ്കിൽ ഞാൻ എൻ്റെ ബുള്ളിഷ് വ്യൂ തൽക്കാലത്തേക്കൊന്ന് അബാൻഡൻ ചെയ്യും. പിന്നെ എങ്ങനെയാണോ മാർക്കറ്റ് പ്ലേ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത പെയറായിട്ട് നമുക്ക് ഡോളർ നോക്കാം. ഡോളറിൻ്റെ ഡെയിലി ക്യാൻഡിലോട്ട് നോക്കാം. ഡോളർ ഞാൻ ഈ ഒരു ലോ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോ ഇതുവരെ ഡോളർ എടുത്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ജസ്റ്റ് ഒന്ന് വന്ന് എടുക്കാൻ ചാൻസ് ഉണ്ട്. എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ്സ് ഒരു ബുള്ളിഷ് ട്രേഡ് നോക്കാം. ഓക്കെ, അതുമല്ല അത് അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽസ്, ഡെയിലി ക്യാൻഡിൽ ഒന്ന് മേലോട്ട് ഒന്ന് താഴോട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ലെവലിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെൻഡ് ലൈനൊക്കെ വരയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിലാണ് ഇപ്പം ഡോളർ വന്ന് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് 2 പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് അപ് ട്രെൻഡ് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയയിലും മേലോട്ട് പോകേണ്ടതാണ്. ഇപ്പം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ടോയെന്ന്. അങ്ങനെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ തിരിച്ച് ഈ ഒരു ഏരിയ വരെ നമുക്ക് ട്രേഡ്സ് നോക്കാം. അതിന് ശേഷം മാർക്കറ്റ് മേലോട്ടാണോ താഴോട്ടാണോ എന്ന് എന്തെങ്കിലും ന്യൂസ് വന്നാലൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു പേഴ്സണലി എനിക്ക് തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരേണ്ടതാണെന്ന് മാത്രമേ വ്യൂ ഉള്ളൂ. അതിന് ശേഷം എന്താ നടക്കുക എന്ന് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. നമുക്ക് നോക്കാം, നെക്സ്റ്റ് വീക്ക് ന്യൂസോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്ലേ ഔട്ട് ആവുന്നത് നോക്കാം. അപ്പോൾ ലോ ടൈം ഫ്രെയിമിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 4 ഹവറിലാണെങ്കിൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഈ ഒരു FEGയിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഡൗൺ സൈഡ് മൊമെൻ്റം കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഈ ഒരു ഏരിയ വരെ. ബാക്കിയുള്ള കാര്യം പിന്നെ നോക്കാം. ഓക്കെ, ഇനി അടുത്ത പെയർ വരുന്ന യൂറോയും DXY പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ തന്നെ ഒന്ന് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു ഏരിയയാണ്, റെസിസ്റ്റൻസ് ഉള്ള ഏരിയയാണ്. ആ ഏരിയ ഇപ്പോൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്തു. ഇനിയിപ്പം DXYൻ്റെ ലോ ടൈം ഫ്രെയിം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരു റിട്രേസ്മെൻറ്റ് താഴോട്ട് കിട്ടണം.
റിട്രേസ്മെൻറ്റ് താഴോട്ട് ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരു മൊമെൻറ്റം കൂടി മേലോട്ട് കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താലായിരിക്കും ഞാൻ അടുത്ത ഈ ഒരു ലോൻ്റെ അടിയിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബുള്ളിഷ് വ്യൂ മാറ്റിയിട്ട് ക്ലിയർലി ബാരിഷ് വ്യൂ ആക്കും. ഈ ഒരു ലോ വരെ എന്തായാലും ബാരിഷ് ആയിരിക്കും ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തു എന്ന് വെച്ചോ. മാർക്കറ്റ് ഈ ഒരു ലിക്വിഡ് താഴോട്ട് വരാതെ ഈ ഒരു ഹൈയിൽ ഒരു 4 hour ക്യാൻഡിൽ ക്ലോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹൈ വരെ ആയിരിക്കും. ഓക്കെ, ഇപ്പം യൂറോയിൽ ഇപ്പോൾ അതാണ് എൻ്റെ വ്യൂ ഉള്ളത്. ഇനി ജി ബി പി നോക്കുമ്പം ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ജി ബി പി ഈ ഒരു ഏരിയയിലേക്കൊക്കെ വന്നിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഹൈ ഒക്കെ ടാർഗറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജി ബി പി ആ ഒരു ലോയിലേക്ക് വന്നില്ല. ഈ ഒരു 4742 ഏരിയയിലെ റെസിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് മേലോട്ട് പോയത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ 4 hour ഓർഡർ ബ്ലോക്ക് വരെ വന്നിട്ടില്ല. ഹൈ എടുത്തതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചൊന്ന് താഴോട്ട് വരുന്നുണ്ട്. ഞാൻ മറ്റേ DXYയിലും പറഞ്ഞ പോലെ അല്ലെങ്കിൽ യൂറോയിൽ പറഞ്ഞ പോലെ തന്നെ സെയിം സിനാരിയോ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ലോങ് ആണ് നോക്കുന്നത്. ഇനി അഥവാ ആ ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഏരിയ എടുക്കുന്നതായിരിക്കും നന്നാവുക. ഈ ഒരു ഏരിയേൻ്റെ അടിയിൽ ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണ്. ഞാൻ ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുന്നവരെ ഞാൻ ബുള്ളിഷ് ട്രേഡ്സ് ആയിരിക്കും നോക്കുന്നത്. ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യുകയാണ്, ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബുള്ളിഷ് വ്യൂ അബാൻഡൻ ചെയ്തിട്ട് ബാരിഷിലേക്ക് മാറും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് തിരിച്ചൊരു റിട്രേസ്മെൻറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിലേക്കൊക്കെ വരുന്ന സമയത്തായിരിക്കും ഞാൻ താഴോട്ട് ട്രേഡ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വ്യൂ ബുള്ളിഷാണ്. മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ഒരു ഏരിയ വരെ വന്നിട്ട് മേലോട്ട് പോകും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഏരിയ വരെ വന്നിട്ട് മാർക്കറ്റ് മേലോട്ട് പോകുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് വ്യൂ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറെ ഗോൾഡ് നോക്കാം. ഗോൾഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയ എനിക്കൊന്ന് ഒഴിവാക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം തിരിച്ച് ഒരു ഹൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹൈയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഹൈ ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ആ ഹൈ എടുത്തു, പക്ഷേ നമ്മൾ പറഞ്ഞ ഏരിയയിലേക്ക് വന്നില്ല. ഈ ഒരു 4 hour FVG എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു ഹൈ എടുത്തതിന് ശേഷം കുറച്ചും കൂടി മേലോട്ട് പോയി ഡെയിലി ചാർട്ട് ഒന്ന് നോക്കാം, എന്നാൽ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. ഓക്കെ, ഡെയിലി ചാർട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പം ഒരു റിവേഴ്സൽ കാണിക്കുന്നത്. നമുക്ക് സ്മോൾ ടൈം ഫ്രെയിം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്കും കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈനെ പിന്നെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു. അതിനുശേഷം ഒരു ലോ ഉണ്ട്, ആ ലോ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ക്യാൻഡിൽ ക്ലോസും കിട്ടി. ഇപ്പോൾ ഒരു റിട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം എന്താ പറയുക, എൻ്റെ സ്ട്രാറ്റജി ഇങ്ങനെയാണ്, റിട്രേസ്മെൻറ്റ് വരുമ്പം എടുക്കുകയാണ് ചെയ്യാറ്. അപ്പം റിട്രേസ്മെൻറ്റ് ഏറെക്കുറെ നമുക്ക് നമ്മളെ ഏരിയയിൽ തന്നെ 618 ഏരിയയിലേക്ക് വന്നതിന് ശേഷം റിട്രേസ്മെൻറ്റ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്ന ഈ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യണം എന്നാണ്. ഗോൾഡിൻ്റെ കാര്യമല്ലേ നോക്കാം. ഞാൻ ഇപ്പോൾ 2 ചാൻസ് പറയാം. ഗോൾഡ് ഒന്നെങ്കിൽ ഈ ഒരു ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം താഴോട്ടേക്ക് വരാം, അല്ലെങ്കിൽ ഗോൾഡ് ഡയറക്റ്റ്ലി താഴോട്ടേക്ക് പോകും. അപ്പം എന്തായാലും ഗോൾഡിൽ എനിക്ക് ബാരിഷ് വ്യൂ ആണുള്ളത് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് വീക്ക് പ്ലേ ഔട്ട് ആവുകയെന്ന് അടുത്ത വീക്ക് തിങ്കളാഴ്ച കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. തിങ്കളാഴ്ച
എനിക്ക് ട്രേഡ്സ് അധികം കിട്ടാറില്ല ഇൻ ദി സെൻസ് എടുക്കുന്നതൊക്കെ SL ആവാറാണ് ചാൻസ്. അപ്പം ഇതൊന്നുകൂടി മാർക്ക് ചെയ്യാം. ഗോൾഡിൽ നെക്സ്റ്റ് വീക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം തിരിച്ച് താഴോട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി താഴോട്ട് വന്നിട്ട് ചെറിയൊരു റിട്രേസ്മെൻറ്റ് നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ബോക്സ് വരച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. ഒരു 618 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരുന്നുണ്ടോ നോക്കുക. അതിനുശേഷം ആ ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ട് ട്രേഡ്സ് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നോക്കാം എങ്ങനെയാണ് ഒക്കെ പ്ലേ ഔട്ട് ആവുന്നതെന്ന്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീക്ക് കാണാം.